OBC മോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ, പാർട്ടിയുടെ പഞ്ചായത്ത് ബൂത്ത് തല പ്രവർത്തകരെ, ഇന്ന് അംഗത്വം എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. നമുക്കറിയാം, COVID-19 എന്നുള്ള മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ഉദ്ഘാടകൻ പറയും. തീർച്ചയായിട്ടും നമുക്കറിയാം, അഭിമാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച 5 വർഷക്കാലമാണ് നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ കാണപ്പെടുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് വെറും 6 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുമായി തുടങ്ങി കഴിഞ്ഞ 2015 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 10 വാർഡുകളിൽ വിജയം കൊയ്യുന്നതിനും 7 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തുന്നതിനും 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും 1 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും സൃഷ്ടിക്കാനായി സാധിച്ചു. പാർട്ടിയുടെ അച്ചടക്കമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അധികാരം കിട്ടിയതിനു ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ഗ്രാമങ്ങൾ ദത്തെടുക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കല്ലൂർ ഗ്രാമപഞ്ചായത്താണ് ആദർശ് ഗ്രാമ യോജന പ്രകാരം ദത്തെടുത്തിട്ടുള്ളത്. ഏകദേശം 10 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, അത് നമുക്കറിയാം, കന്നുകാലിച്ചാലായാലും ശാന്തിവിള മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിലായാലും 50 ലക്ഷം രൂപ LED ലൈറ്റുകൾക്ക് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രകാശപൂരിതമാക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഒരു രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് രാഷ്ട്രീയക്കാർക്കും കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഭരണസമിതിക്കും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കഴിഞ്ഞു എന്നത് അഭിമാനകരമായി പറയേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2ാം സ്ഥാനത്ത് വന്ന 7 വാർഡുകളും കൂടി ചേർത്ത് 17 സീറ്റുകളോടുകൂടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഈ ഭരണം നിലനിർത്തുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തില് അച്ചടക്കപരമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. സുദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒട്ടനവധി പ്രാസംഗികർ ഈ വേദിയിലുണ്ട്. അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് ആദ്യമായി കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ബഹുമാനപ്പെട്ട ഈസ്റ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ആദരണീയനായിട്ടുള്ള നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള G സതീശൻ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് KS എന്നറിയപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ വികാരമായി മാറിയ K സുരേന്ദ്രൻ അവറുകളാണ്. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിൽ ദൈനംദിനം അദ്ദേഹം പ്രസ്താവന കഴിഞ്ഞാൽ ഉടൻ തന്നെ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മൈക്ക് മാറ്റി വരും. KS പറഞ്ഞ കാര്യങ്ങൾ അതേപടി വള്ളിപുള്ളി തെറ്റാതെ പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നു. നമ്മുടെ ശ്രീമാൻ K സുരേന്ദ്രൻ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാര്യാലയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ പഞ്ചായത്തിലെ അംഗവുമായിട്ടുള്ള നമ്മുടെ കല്ലൂർ നിവാസിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അവറുകളോട് എത്തിയിട്ടുണ്ട്. സംഘടനാ കാര്യങ്ങളിലെല്ലാം നമുക്ക് മേൽനോട്ടം വഹിക്കുന്ന അഡ്വക്കേറ്റ് സുരേഷ് അവറുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരൻ, സമര പോരാട്ടത്തിന്റെ തീച്ചുവളയിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം,
അഡ്വക്കേറ്റ് വി വി രാജേഷ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി ശിവൻകുട്ടി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. OBC മോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പുഞ്ചക്കരി സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ കോവളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജ്മോഹൻ അവരുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയങ്കരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ആർ ജയലക്ഷ്മി അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള വി ലതാകുമാരി അവർ എത്തിയിട്ടുണ്ട്. ലതാകുമാരി അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീമാൻ കല്ലിയൂർ മുരളി, പുന്നമൂട് പത്മകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് കുമാർ, പാർട്ടിയുടെ നിയോജകമണ്ഡലം ട്രഷറർ വെള്ളായണി മനോജ്, പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാരി, രാജലക്ഷ്മി, സരിത, ശ്രീമാൻ ജയന്തി, ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പാർട്ടിയുടെ നിയോജകമണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ വിനുകുമാർ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ നിയോജകമണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ പഞ്ചായത്ത് ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റ് ഉപരി പ്രവർത്തകർ, ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും, കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ന് അംഗത്വം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി പാർട്ടിയുടെ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ജി സതീശൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലാണ് നാം. അതിനോട് അനുബന്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാര്യാലയം സൃഷ്ടിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചേട്ടൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വെള്ളായണി സുരേഷ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടി ചേട്ടൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജ്മോഹൻ അവർ, ആദരണീയായ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആർ ജയലക്ഷ്മി അവർ, OBC മോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ ചേട്ടൻ, ആദരണീയായ ജില്ലാ മെമ്പർ വി ലതകുമാരി അവർ, ജില്ലാ സമിതി അംഗങ്ങളായ ശ്രീ കല്ലിയൂർ മുരളിച്ചേട്ടൻ, പുന്നമൂട് പത്മകുമാർ, ഈ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് പുങ്കളം എസ് കുമാർ, നിയോജക മണ്ഡലത്തിന്റെ അംഗങ്ങളായ ശിവൻകുട്ടി നായർ, കെ വിജയകുമാർ നായർ, മോഹനകുമാർ, ശ്രീകണ്ഠൻ, സരിത, രാജലക്ഷ്മി, കൃഷ്ണകുമാരി, അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, നിയോജക മണ്ഡലത്തിന്റെ സെക്രട്ടറി ബിനു, നിയോജക മണ്ഡലത്തിന്റെ ട്രഷറർ മനോജ്, മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീലത. ആദ്യമായിട്ട് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു താമര വിരിയിക്കാൻ ഞങ്ങളെ സഹായിച്ച, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു താമര വിരിയിച്ച നമ്മുടെ മുതിർന്ന
പ്രവർത്തകനായ നമ്മുടെ മുതിർന്ന സഹോദരനായ SK ചന്ദ്രൻ ചേട്ടൻ, അതുപോലെ തന്നെ വിവിധ മോർച്ചകളുടെ നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. SC മോർച്ചയുടെ രാജേഷ്, അനിൽകുമാർ, കർഷക മോർച്ച, ന്യൂനപക്ഷ മോർച്ചയുടെ ജീവൻ പ്രകാശ്, മഹിളാ മോർച്ചയുടെ ലളിതാദേവി, OBC മോർച്ചയുടെ മനൂപ്, യുവമോർച്ചയുടെ വിഷ്ണു, അതുപോലെ തന്നെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നമ്മുടെ ആശയത്തെ മുൻനിർത്തി നമ്മളോട് സഹകരിച്ച നിരവധി നമ്മുടെ ഗുരുക്കന്മാരായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയതയിലേക്ക് ആ ദേശീയത സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയ ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയം നമുക്കായി സംഭാവന ചെയ്ത, നമുക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്ത ഹരിചേട്ടൻ, ഇവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. 2015 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അഭിമാനകരമായ ഒരു നേട്ടം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. കാരണം 1995 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ SK ചന്ദ്രൻ ചേട്ടൻ 65 വോട്ടിനാണ് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു താമര ഈ പഞ്ചായത്തിൽ വിരിയിച്ചത്. പടിപടിയായിട്ട് അടുത്ത തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2 മെമ്പർമാരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിനെ 4ആയിട്ട് വർദ്ധിപ്പിക്കാനും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 6ആക്കി വർദ്ധിപ്പിക്കാനും സാധിച്ചു. കഴിഞ്ഞ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് ഈ പഞ്ചായത്തിൽ നമുക്ക് 10 വാർഡ് മെമ്പർമാരെ സൃഷ്ടിക്കാനും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സൃഷ്ടിച്ചെടുക്കാനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 2 ബ്ലോക്ക് മെമ്പർമാരെ സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞ പഞ്ചായത്ത് എന്ന ആ രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കാൻ സാധിച്ചത്. ഈ നമ്മൾ കഴിഞ്ഞ തവണ 10 മെമ്പർമാരോടുകൂടി ഭരണത്തിൽ കയറിയ അല്ലെങ്കിൽ കല്ലിയൂർ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത നമ്മള് സധൈര്യമാണ് മുന്നോട്ട് പോയത്. അതിനെക്കുറിച്ച് സവിസ്തരം നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തിയ പത്മകുമാർ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തിയ വ്യക്തമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ആദ്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി കല്ലിയൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ 5 വർഷം നമ്മൾ ഈ ഭരണം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടായിട്ടും ഒരു അവിശ്വാസത്തെ പോലും നേരിടാൻ കഴിയാതെ വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും നമ്മൾ ഉദ്ദേശിച്ച പരമാവധി കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പാക്കി വികസനത്തിൽ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുത്തെടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും നമുക്ക് ആവശ്യം, കഴിഞ്ഞ തവണ നമ്മൾ 10 വാർഡുകളിൽ നമ്മൾ ജയിച്ചു. ഇനി 7 വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനം വന്ന നേരിയ ഭൂരിപക്ഷത്തിനൊക്കെയാണ്, നമ്മൾ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നമുക്ക് ചില പരാജയങ്ങൾ ഉണ്ടായത്. ഇനി വരുന്ന ഈ 2020 വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മത്സരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഒരു തുടർ ഭരണം തീർച്ചയായിട്ടും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. അത്തരത്തിലൊരു പ്രവർത്തനത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നമ്മുടെ പ്രവർത്തകർക്ക് ഒരുമിച്ച് കൂടാനും കാര്യങ്ങൾ ആലോചിക്കാനും എപ്പോഴും നമ്മുടെ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയായിട്ട് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ പരിപാടിയിൽ ഒരുപാട് ഒരു സമയത്തിന്റെ വ്യത്യാസം വന്നു. ആയതിനാൽ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഞാൻ ചുരുക്കുകയാണ്. എന്റെ ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഈസ്റ്റ് മേഖലയുടെ പ്രസിഡന്റാണ്, ഒപ്പം ഒരു ജനപ്രതിനിധിയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും കല്ലിയൂർ പഞ്ചായത്തിന് ഇടതും വലതും വർഷങ്ങളായിട്ട് ഭരിച്ച ഈ പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് നമുക്ക് നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എങ്കിൽ തീർച്ചയായും വരുന്ന ജനസംഖ്യ വളരെ ഒരു നല്ല നിലവാരത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അത്തരത്തിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ നിലവാരത്തെ ഉയർത്താൻ തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒറ്റക്കെട്ടായിട്ട് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു. ധാരാളം പ്രവർത്തകർ നമ്മുടെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ ദേശീയതയുടെ, നമ്മുടെ പാർട്ടിയുടെ ആദർശം സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇവിടെ വരികയാണ്. അവരെയും നമ്മുടെ പാർട്ടിയിലേക്ക് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കെ സുരേന്ദ്രൻ ചേട്ടന് കല്ലിയൂർ എന്ന കാർഷിക ഗ്രാമത്തിലേക്ക് സ്വാഗതം. അദ്ദേഹത്തെ ആദരിക്കുന്നതിലേക്കായി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീ R. ജയലക്ഷ്മി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
जय बोलो भारत माता की, जय बोलो भारत माता की। ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ ജി സതീശൻ അവറുകൾ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ്, സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ സി ശിവൻകുട്ടി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, OBC മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജ്മോഹൻ, ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീമതി R ജയലക്ഷ്മി അവറുകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലതാദേവി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ, ഞാൻ എല്ലാവരുടെയും പേര് സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. ജില്ലയുടെയും മണ്ഡലത്തിന്റെയും ഒക്കെ ഒട്ടേറെ ആദരണീയരായിട്ടുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും മുതിർന്ന കല്ലിയൂരിൽ നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയ പഴയകാല മുഖങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടുകൂടി, ചെറുപ്പക്കാരേക്കാൾ ആവേശത്തോടുകൂടി നമ്മുടെ മുമ്പിലിരിക്കുന്ന ചന്ദ്രേട്ടൻ, കേശവ കുട്ടിച്ചേട്ടൻ, ശ്രീ വിജയകുമാർജി, ശിവൻകുട്ടിച്ചേട്ടൻ, ശ്രീ രവീന്ദ്രൻജി തുടങ്ങിയ എല്ലാ പഴയകാല പ്രവർത്തകരെയും ഈ പ്രസ്ഥാനം ഇവിടെ നട്ടു വളർത്തിയ എല്ലാവരെയും ഞാൻ ആദരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇടയിൽ 2 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന, എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം മരണപ്പെട്ടു, പ്രദീപ് കുമാർ, എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് ഈ പാർട്ടിയെ ഇവിടെ നയിച്ചിരുന്ന അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അഭിമാനകരമായിട്ടുള്ള വിജയം കഴിഞ്ഞ 5 ഇവിടെ 10 സീറ്റുമായിട്ട് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണം കിട്ടി. 3-ൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും BJP ജയിച്ചു. ഒരു ജില്ലാ പഞ്ചായത്തും നമ്മൾ ജയിച്ചു. വലിയ രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. കേരളം രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ജനങ്ങൾ വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിനയത്തോട് അഭ്യർത്ഥിക്കുന്നു. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളും, ബ്ലോക്ക് പഞ്ചായത്തിലെ 3 സീറ്റും, ജില്ലാ പഞ്ചായത്ത് സീറ്റും വിജയിച്ചൊരു 100% വിജയം നിങ്ങൾ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയാൽ 2021-ൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 100% വിജയം നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾക്ക് നൽകണം, പാർട്ടിക്ക് നൽകണം. UDF-ഉം LDF-ഉം തകർന്ന് തരിപ്പണമാവുകയാണ് കേരളത്തിൽ. CPM-ന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്തെ പാറപ്പുറത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ എല്ലാ ചരിത്രകാരന്മാരും പിണറായിയിലെ പാറപ്പുറത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. ചരിത്രത്തിന്റെ തന്നെ നിയോഗമായിരിക്കാം
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യകൂദാശ നിർവഹിക്കുന്നതും ഒരു പിണറായിക്കാരനായിരിക്കും എന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. പിണറായിയിൽ നിന്ന് തുടങ്ങിയ പാർട്ടി പിണറായി വിജയന്റെ കൈകളിലാൽ ഉദരക്രിയ കഴിഞ്ഞ് ലോകത്ത് അവശേഷിക്കുന്ന അവസാനത്തെ തുരുത്തായ ഈ കൊച്ചു കേരളം, അറബിക്കടലിന്റെ ഓരത്ത് കഴിയുന്ന ഈ കൊച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ അവസാനത്തെ ഭരണത്തെയും അറബിക്കടലിലേക്ക് ചവിട്ടി താഴ്ത്താൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞുവെന്നുള്ള സൂചനയാണ് ഓരോ ദിവസവും. അതിന്റെ തത്രപ്പാടിലാണ് ഈ നേരം വെളുക്കുവോളും കത്തുന്നത്. ഏതായാലും മുങ്ങുകയാണ്, എന്നാ പിന്നെ എല്ലാം എടുത്ത് ഓടാം എന്നാണ്. പുര കത്തുമ്പോ വാഴ അല്ല, അതിന്റെ അവസാനത്തെ കൈക്കോലും കൂടെ വലിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിണറായി കൂട്ടുന്നത്. ഒരു പാർട്ടിയിൽ ഒരു കള്ളനുണ്ടാവും, ചിലപ്പോ 2 കള്ളന്മാരുണ്ടാവും, ചിലപ്പോ 3 കള്ളന്മാരുണ്ടാവും. പക്ഷെ ഒരു പാർട്ടിയിൽ ഉള്ളവരെല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? മന്ത്രിസഭയിൽ എല്ലാവരും അഴിമതിക്കാരൻ, മുഖ്യമന്ത്രി അഴിമതിക്കാരൻ, പാർട്ടി സെക്രട്ടറി അതിനേക്കാൾ വലിയ അഴിമതിക്കാരൻ. എങ്ങനെയും പണം ഉണ്ടാക്കുകയാണ്. അത് സ്വർണം കള്ളക്കടത്താനായിട്ട് നടത്തിയാലും കുഴപ്പമില്ല, മയക്കുമരുന്ന് കടത്തിയാലും കുഴപ്പമില്ല, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ആ ലൈഫ് മിഷൻ പദ്ധതി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ വിദേശത്ത് നിന്ന് പോയി കൈനീട്ടി വാങ്ങിക്കൊണ്ടുവന്ന പണത്തിന്റെ പകുതിയും അടിച്ചു മാറ്റി. ഇതുപോലൊരു അഴിമതി നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടു? എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചു, എല്ലാ സാമാന്യമായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള മര്യാദകളും ലംഘിക്കപ്പെട്ടു. നിലപാടുകൾ മുഴുവൻ പണമുണ്ടാക്കുന്നതിന് വേണ്ടി അധികാര ദുർവിനിയോഗവും അഴിമതിയും കള്ളക്കടത്തും സ്വർണക്കടത്തും ഹവാല ഇടപാടും തൊട്ടത് മുഴുവൻ പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി മാറ്റി ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി അണികളെ വഞ്ചിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നാട്ടിലെ ഓരോ ഗ്രാമത്തിൽ നിന്നും ആ പാർട്ടിയോട് വിട പറഞ്ഞ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു. കല്യൂരിൽ മാത്രമല്ല, കേരളം മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ആളുകൾ വരുന്നത്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സഖാവ് MM ലോറൻസിന്റെ മകൻ 2 മണിക്കൂർ മുമ്പാണ് ആ പാർട്ടിയോട് വിട പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാരണം ഈ കള്ളക്കടത്തും മയക്കുമരുന്നും അഴിമതിയും തട്ടിപ്പും കണ്ട് ഞാൻ മടുത്തു എന്നാണ്. സഖാവ് MM ലോറൻസിന്റെ മകൻ, എത്രയോ ആയിരക്കണക്കിന് ലോറൻസുമാരുടെ മക്കളാണ് താഴെ തലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നത്. അവർ ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിക്കുന്നു. അഭിമാനത്തോടുകൂടി ചേരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് കരുതുന്നു. കാരണം ജനങ്ങളോടൊപ്പമാണ് ഈ പാർട്ടി. ഇവിടെ പറഞ്ഞല്ലോ, 95-ലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കിട്ടി ചന്ദ്രട്ടൻ ജയിച്ച് ആ 1 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ 10 സീറ്റിലേക്കും ഈ വിജയത്തിലേക്കും BJP വന്നത്. എന്തുകൊണ്ടാണ്? ആ 1 സീറ്റ് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഒരു വാർഡ് മെമ്പർ പ്രവർത്തിക്കേണ്ടതെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ ചന്ദ്രട്ടൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അതിനുശേഷം 2ആയി, 4ആയി, 6ആയി, 10ആയി. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ദേശീയ തലത്തിൽ 6ാമത്തെ സ്ഥാനവും സംസ്ഥാനത്ത് 1ാമത്തെ സ്ഥാനവും നേടിയ പഞ്ചായത്തായി കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വളർന്നു. ആദർശ ഗ്രാമത്തിലൂടെ 6 കോടി രൂപയുടെ വികസന പദ്ധതികൾ അഭിമാനത്തോടെ ജനങ്ങളെ സമീപിക്കാൻ BJPക്ക് കഴിയുന്നു. കൈയിട്ട് വാരിയില്ല ഞങ്ങളുടെ ജനപ്രതിനിധികൾ ആരും. അഴിമതിയുടെ കറപുരളാത്ത, പാവപ്പെട്ടവരെ എപ്പോഴും സഹായിക്കുന്ന, ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന് സാധിച്ചു. അതിന്റെ പ്രതിഫലമാണ് ജനങ്ങൾ തന്നത്. കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതല്ല, ജാതിയും മതവും പറഞ്ഞ് വോട്ട് വാങ്ങുന്നതല്ല.
ജനങ്ങളെ ഭിന്നിപ്പിച്ചു വോട്ട് വാങ്ങുന്നതല്ല. തെളിമയാർന്ന പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ച് ജനങ്ങൾ പിന്തുണയ്ക്കുന്നതാണ്. ഈ പ്രാവശ്യം 100% വിജയം ഈ പഞ്ചായത്ത് കരസ്ഥമാക്കും എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കാരണം അത്ര നല്ല പ്രവർത്തനമാണ് BJP. ഇവിടെ മാത്രമല്ല, ഒരേ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് കഴിഞ്ഞ തവണ BJPക്ക് ഭരണം കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി ഏതാണെന്നുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കെടുപ്പിൽ 1ാം സ്ഥാനം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കാണ്. കഴിഞ്ഞ തവണ 5 സീറ്റിന്റെ കുറവിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നമുക്ക് നഷ്ടമായി. ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം കോർപ്പറേഷനും, കഴിഞ്ഞ തവണ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചെടുക്കുന്ന നിലയിൽ പാർട്ടി മുമ്പോട്ട് പോവുകയാണ്. ഇതിനെല്ലാം കാരണം ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം. ജനവിശ്വാസത്തിന് പോറലേൽക്കാതെ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടി, ആ പാർട്ടിയുടെ വിശ്വാസമാണ് ജനങ്ങളെ. അല്ലാതെ ഇവരൊക്കെ പാർട്ടിയിലേക്ക് പുതുതായിട്ട് വരുന്നത് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടല്ല. കല്ലിയൂർ പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകർ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല അവർ പാർട്ടിയിലേക്ക് വരുന്നത്. അവർക്കറിയാം ഞങ്ങൾ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയിലേക്കാണ് പോകുന്നത്. തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല, പൊതുമുതൽ കക്കുകയുമില്ല, മറ്റൊരാളെ കൊള്ളയടിക്കാൻ അനുവദിക്കുകയുമില്ല. അതല്ലേ ഇപ്പോ സ്വർണ്ണക്കള്ള കടത്തും മയക്കുമരുന്ന് കടത്തും എല്ലാ കുറ്റവാളികളും നിയമത്തിന് പിടിയിലാവുകയാണ്. നിങ്ങൾ നോക്കാം, രമേശ് ചെന്നിത്തലയുടെയോ മുല്ലപ്പള്ളിയുടെയോ ഒക്കെ ഭരണമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ കാട്ട് കള്ളന്മാരെല്ലാവരും ഇവിടെ കിടന്ന് വിലസുമായിരുന്നില്ലേ? നരേന്ദ്രമോദി, അമിത്ഷാ, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് അഴിമതിക്കാർ അഴിക്കുള്ളിലാവുന്നത്. ഇന്ന് ശിവശങ്കരൻ പിടിച്ചു, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പിടിച്ചു. ഈ അന്വേഷണം എത്തേണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും തന്നെ സംശയത്തിന് ആവശ്യമില്ല. ഈ അഴിമതിയുടെ മുഴുവൻ സൂത്രധാരൻ, കേരളത്തിൽ നടന്ന ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പുകൾ, കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, ഇതെല്ലാത്തിന്റെയും ഒന്നാമത്തെ ഗുണഭോക്താവ് സാക്ഷാൽ പിണറായി വിജയനാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഈ അഴിമതി എല്ലാം നടത്തിയിട്ടുള്ളത്. സംസ്ഥാന മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം കൈയിട്ട് വാരുകയാണ്. ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ എവിടേക്കാണ് പോയത് എന്നുള്ള അന്വേഷണം CBI മര്യാദയ്ക്ക് നടത്തുമെന്നുള്ളത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം തടസ്സപ്പെടുത്താൻ സംസ്ഥാന മുഖ്യമന്ത്രി തീരുമാനിച്ചു. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾക്ക് തെറ്റിപ്പോയി. കേരള ഹൈക്കോടതിയിലെ തെറ്റിദ്ധരിപ്പിച്ച് CBI അന്വേഷണം തടസ്സപ്പെടുത്താൻ അങ്ങേക്ക് സാധിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം കേരളത്തിൽ നടക്കും. അതിനെന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്, അന്വേഷണ ഏജൻസികൾക്ക് കഴിയും. നിങ്ങളുടെ ഇടപെടലുകളൊന്നും ഈ അന്വേഷണത്തിൽ നടക്കില്ല. ഇവിടുത്തെ കുറെ CPM അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അലങ്കോലപ്പെടുത്താനുള്ള നല്ല പരിശ്രമം നിങ്ങൾ നടത്തി. കഴിഞ്ഞ 3 മാസം നാം കണ്ടതാണ്. കേരളത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ അവരെ സ്വാധീനിച്ച്, അവരെ ഭയപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ പരിശ്രമവും പിണറായി വിജയൻ നടത്തി. അതൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ് ശ്രീ പിണറായി വിജയൻ. അങ്ങ് പറഞ്ഞല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് BJPക്കും പറയാനുള്ളത്. കഴിഞ്ഞ 4.25 കൊല്ലം കൊണ്ട് താങ്കൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ
കട്ടുമുടിച്ചത് എല്ലാ സംവിധാനങ്ങളും പണമുണ്ടാക്കാനുള്ള അവസരമാക്കി. പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, സാധാരണക്കാരെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് കോടീശ്വരന്മാരായി. നാം സാധാരണ തമിഴ്നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. കരുണാനിധി, ജയലളിത, YS രാജശേഖർ റെഡ്ഡി ഇവരൊക്കെ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് സഹസ്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച മുഖ്യമന്ത്രിമാരാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടികയിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിലേക്കാണ് ശ്രീ പിണറായി വിജയൻ ഇടം പിടിക്കുന്നത്. കരുണാനിധിയെയും ജയലളിതയെയും YS രാജശേഖർ റെഡ്ഡിയെയും പോലെ ഭരണസ്വാധീനം ഉപയോഗിച്ച് സഹസ്ര കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അതേ നയമാണ് കഴിഞ്ഞ 4.5 കൊല്ലം ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടിക, ഇന്ത്യക്കകത്തും പുറത്തും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ എല്ലാം തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ശ്രീ പിണറായി വിജയനും പാർട്ടിയും ഇവിടുത്തെ മന്ത്രിമാരെ നടത്തിയ എല്ലാ അഴിമതി കഥകളും ഭാരതീയ ജനതാ പാർട്ടി അത് പുറത്തു വരുന്നത് വരെ, കുറ്റവാളികൾ നിയമത്തിന്റെ പിടിയിലാവുന്നത് വരെ വിശ്രമിക്കാൻ മനസ്സില്ല എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സത്യസന്ധവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം ഉറപ്പുവരുത്താൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ജാഗ്രത സദാ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ ജാഗ്രത മുന്നോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം നാം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഈ മാഫിയ രാഷ്ട്രീയം, അധോലോക രാഷ്ട്രീയം, ഈ അഴിമതി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ അവസരം ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിനിരന്ന് എല്ലാ തിന്മകളെയും നമുക്ക് ചേർത്ത് തോൽപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ പഞ്ചായത്ത് കാര്യാലയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്ന കോൺഗ്രസിലും CPM-ലും എല്ലാം പ്രവർത്തിച്ച് അവിടുത്തെ തിന്മകൾ കണ്ട് മടുത്ത് നന്മയുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബന്ധുക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ദേശീയതയിലേക്ക് വന്ന പ്രവർത്തകരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് ശ്രീ മഹേശ്വരൻ നായർ, കഴിഞ്ഞ 40 വർഷക്കാലമായി കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, INTUC ഫോറസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ്, വെള്ളായണി ദേവി ഉപദേശ സമിതിയുടെ നിലവിലുള്ള പ്രസിഡന്റ്, അദ്ദേഹത്തെ ദേശീയതയിലേക്ക്, ഏകാത്മാ മാനവ ദർശനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി! ജയ് ബോലോ ഭാരത് മാതാ കി! ശ്രീ മഹേശ്വരൻ നായർ അവരെ സ്വീകരിക്കുന്നതിലേക്കായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ KS-നെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. അടുത്തതായി ശ്രീമതി T. വസന്ത, തെറ്റിവിള ബ്രാഞ്ചിന്റെ കഴിഞ്ഞ 22 വർഷക്കാലമായി CPM-ന്റെ സജീവ പ്രവർത്തക. തന്റെ ആദർശങ്ങൾ തനിക്ക് മുറിവുകൾ മാത്രമാണ് ഉണ്ടാക്കി തന്നെന്നുള്ള ഓർമ്മകൾ മാറ്റിവെച്ചുകൊണ്ട് ദേശീയതയിലേക്ക്, ഏകാത്മാ മാനവ ദർശനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ സതികുമാർ, CPM-ന്റെ സജീവ പ്രവർത്തകൻ, DMK-യുടെ സജീവ പ്രവർത്തനായിരുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഏകാത്മാ മാനവ ദർശനത്തിലേക്ക്, ദേശീയതയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ സതികുമാർ, തെറ്റിവിള. ശ്രീ ശ്രീകുമാർ T, CPM-ന്റെ സജീവ പ്രവർത്തകൻ. ശ്രീ ശ്രീകുമാർ T-യെ ദേശീയതയിലേക്ക്,
ഏകാത്മാ മാനവ ദർശനത്തിലേക്ക്, നന്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കൃഷ്ണകുമാർ, ശ്രീ കൃഷ്ണകുമാർ, തെറ്റിവിള ലക്ഷംവീട് കോളനി. ശ്രീ പ്രകാശ്, കണ്ണംകുഴി വീട്, കല്ലിയൂർ. ശ്രീ അരുൺ, തെറ്റിവിള ലക്ഷംവീട്, കല്ലിയൂർ. ശ്രീ ജിജി എൽ, തെറ്റിവിള ലക്ഷംവീട്, കല്ലിയൂർ. ശ്രീ ശ്രീദേവി എസ്, തെറ്റിവിള ലക്ഷംവീട്, കല്ലിയൂർ. ജിജി എൽ, തെറ്റിവിള ലക്ഷംവീട്, കല്ലിയൂർ. ശ്രീദേവി, തെറ്റിവിള ലക്ഷംവീട്, കല്ലിയൂർ. ശ്രീമതി സുധ, കുഴിയാമ്പിള വീട്, കല്ലിയൂർ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഇത്രയും കാലത്തെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിന് അടിയറ വെച്ചിട്ട് അവർ ദേശീയതയിലേക്ക് കടന്നു വരുന്നവരാണ്. ഏകാത്മാ മാനവ ദർശനത്തിലേക്ക് കടന്നു വരുന്നവരാണ്. അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. ശ്രീ അമ്പിളി എസ്, ശ്രീമതി അമ്പിളി എസ്, വിനോദ് ഭവൻ, തെറ്റിവിള. ശ്രീ വിജയൻ കെ, തെറ്റിവിള. ശ്രീ നിതിൻ എസ്, തെറ്റിവിള. ശ്രീ നിതിൻ എസ്, തെറ്റിവിള. ശ്രീമതി മായ, തെറ്റിവിള തെക്കതിരികത്തെ വീട്. ശ്രീമതി മായ, തെറ്റിവിള തെക്കതിരികത്തെ വീട്. ശ്രീ സിനി ഐ, തെറ്റിവിള ലക്ഷം വീട്. ശ്രീമതി സിനി ഐ, തെറ്റിവിള ലക്ഷം വീട് കോളനി. ശ്രീ സനൽകുമാർ എസ്, തെറ്റിവിള ലക്ഷം വീട് കോളനി. ശ്രീ സനൽകുമാർ എസ്, തെറ്റിവിള ലക്ഷം വീട് കോളനി. ശ്രീ തങ്കച്ചൻ എം, തെറ്റിവിള ലക്ഷം വീട് കോളനി. ശ്രീ തങ്കച്ചൻ എം, തെറ്റിവിള ലക്ഷം വീട് കോളനി. ശ്രീ അംബി സി, ശ്രീമതി അംബി സി, തെറ്റിവിള ലക്ഷം വീട്. ശ്രീ അംബി സി. ശ്രീമതി ഷീല എൽ, തെറ്റിവിള ലക്ഷം വീട്, കലിയൂർ. ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്ന മുഴുവൻ പ്രവർത്തകരെയും ഈ വേദിക്ക് മുന്നിൽ അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും ഈ വേദിക്ക് മുന്നിൽ അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും ഈ വേദിക്ക് മുന്നിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാളും കൂടി വാങ്ങിച്ചോ. അതെ അറിയാൻ പറ്റും. ബാക്കിയുള്ളവർ മറ്റൊരു ആശുപത്രി പാട് മണി ശ്രീ കൃഷ്ണൻകുട്ടി, കല്ലിയൂർ പഞ്ചായത്തിൽ നിന്നും CPM-ന്റെ സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി ഈ വേദിയിലേക്ക്, ദേശീയതയിലേക്ക്, ഏകാത്മാ മാനവ ദർശനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു മിനിറ്റ് മാറല്ലേ അവിടെ ആശംസകൾ അർപ്പിക്കുന്നതിലേക്കായി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ VV രാജേഷേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ വള്ളംകൂട് സതീഷ്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ K. സുരേന്ദ്രൻജി, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുരേഷ്, ശിവകുട്ടിച്ചേട്ടൻ,
പാർട്ടിയുടെ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജ്മോഹൻ, അതുപോലെ വേദിയിലുള്ള ശ്രീ കുഞ്ചക്കരി, മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ദേശീയ മുഖ്യധാരയിലേക്ക് എത്താൻ വേണ്ടി വിവിധ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. സംസ്ഥാന അധ്യക്ഷൻ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓരോ നിമിഷവും കേരളത്തിന്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഭരണ മുന്നണി ശിവശങ്കരന്റെയും ബിനീഷ് കൊടിയേരിയുടെയും ഒക്കെ തന്നെ നാവിൽ നിന്ന് വരുന്ന ഓരോ അക്ഷരങ്ങളിലും ഇങ്ങനെ ആടി ഉലയുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലും ഒക്കെ തന്നെ ശ്മശാന മൂകതയാണ്. ഈ ശ്മശാന മൂകതയ്ക്ക് കാരണക്കാർ ഞാനോ നിങ്ങളോ ഈ നാട്ടിലുള്ളവരോ അല്ല. കുറെ കാലമായി അഹങ്കാരത്തിന്റെ മുഖമുദ്രകളായി മാറിക്കൊണ്ട് അവർ തന്നെ വരുത്തി വരിച്ച വിനകളാണ് ഇന്ന് അവർക്ക് പലിശയുടെ പലിശയും അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ഒരുപാട് സഖാക്കൾ ഇതിനകത്ത് ഈ പാർട്ടിയിലേക്ക് ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്രയും കാലം നിങ്ങളുടെ ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്ന പ്രായമൊക്കെ തന്നെ നിങ്ങളുടെ ചെലവിൽ നിങ്ങളുടെ ഊർജ്ജം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ തന്നെ മക്കളെ പട്ടിണിക്കിട്ടുകൊണ്ട് സഖാക്കന്മാരുടെ കൊടികെട്ടാൻ നടന്നിട്ടുണ്ട്, അവർക്ക് സ്വീകരണം ഒരുക്കാൻ നടന്നിട്ടുണ്ട്. ആ സമയത്ത് മറുഭാഗത്ത് അവരുടെ മക്കൾ മാഫിയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി തഴച്ചു വളരുകയായിരുന്നു. ഇപ്പോഴെങ്കിലും ആ മുങ്ങുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരൻ അവരുടെ മക്കളും എങ്ങനെ ജീവിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രസ്ഥാനം ഇന്ന് ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു? നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ഈ സർവനാശത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ തുടച്ചു മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പല ആരോപണങ്ങളും പല പ്രതിസന്ധികളും വന്നിരിക്കും. പക്ഷേ കല്ലിയൂർ പഞ്ചായത്തിൽ നിന്നുകൂടി ഞാൻ സംസാരിക്കുമ്പോൾ ഐശ്വര്യസമ്പൂർണമായ ഈ ഇലക്ഷൻ ഈ പാർട്ടി ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴേക്ക് ഞാൻ പറയുന്നു, കേരളത്തിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്താണ്. സാധാരണ 5 വർഷം ഒരു പഞ്ചായത്ത് പരമ്പരാഗതമായ രീതിയിൽ പ്രവർത്തിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് വളരെ വ്യത്യസ്തമായ ഉത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രദർശനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിന് ഏത് തരത്തിൽ മാതൃകാ പഞ്ചായത്തായി മാറാൻ സാധിക്കുമെന്ന് മാതൃക കാണിച്ചവരാണ് നിങ്ങൾ. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കോവളം നിയോജക മണ്ഡലത്തിൽ 2 or 3 അല്ല അതിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണമാണ് ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ ഘടകവും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ലളിത ചേച്ചി ആദ്യമായി വലതുകാലം വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. യാതൊരു സംശയവും വേണ്ട, 10 കുറയാത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട മെമ്പർമാർ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നിരവധി വിജയങ്ങൾ സതിയുടെയൊക്കെ തന്നെ പിന്മുറക്കാരായി നിരവധി പേർ വരും. വൻ ഭൂരിപക്ഷത്തിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വീണ്ടും BJPയുടെ കൈകളിലേക്ക് വരും, യാതൊരു സംശയവുമില്ല. അടുത്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു MLA കൂടി കോവളം മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകുവാനുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഈ ചടങ്ങിലേക്ക് വേണ്ടി നന്ദി പറയുന്നതിന് വേണ്ടി കോവളം നിയോജക മണ്ഡലം സെക്രട്ടറി ശ്രീ വിനുകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും നമസ്കാരം. ആദരണീയ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറിമാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം സമയം ഒരുപാട് അതിക്രമിച്ചു പോയി. ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നു, കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന മുതിർന്ന പ്രവർത്തകർ എന്നും നമുക്ക് വഴികാട്ടിയായിട്ടുള്ള, നമുക്ക് അവര് വെട്ടിത്തെളിച്ച ആ വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാനായിട്ടുള്ള കേസ്, അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ ഇവിടെ എല്ലാം പ്രവർത്തി വലുതാക്കിയത് സക്കീർ എന്ന് പറയുന്ന PG പ്രദീപ് കുമാറാണ്. അദ്ദേഹം ഈ വർഷം നമുക്ക് ഇവിടെ ഇല്ല. ഈ കാലങ്ങളിൽ അത്രയും 1 മുതൽ 10 മെമ്പർമാരെയും ഈ 3 ജില്ലാ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ നമുക്കിവിടെ സൃഷ്ടിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയും നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. സക്കീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട PG പ്രദീപ് കുമാരേട്ടനാണ്. അദ്ദേഹത്തിന് ഈ സമയത്ത് നമ്മൾ ഓർക്കാതിരിക്കുന്നത് വളരെ ഇതായിട്ട് പോകും. അദ്ദേഹത്തിന്റെ സ്വർഗ്ഗത്തിരുന്നുകൊണ്ട് നമ്മുടെ ഈ കാഴ്ചകൾ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന് നന്ദി. ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ സമയത്ത് ഓർക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷനെ ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള സജിചേട്ടനാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഒരേ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പരിപാടിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്
ശ്രീ വി രാജേഷ് ചേട്ടന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള സുരേഷ് ചേട്ടൻ, ശ്രീ ശിവൻകുട്ടി ചേട്ടൻ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജ്മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയലക്ഷ്മി ചേച്ചി, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ മെമ്പർ ലതകുമാരി ചേച്ചി, സായി ചേട്ടൻ, മറ്റെല്ലാവർക്കും നമ്മുടെ എന്റെയൊക്കെ വഴികാട്ടിയാണ് ശ്രീ പുഞ്ചഗിരി സുരേന്ദ്രൻ ചേട്ടൻ. അദ്ദേഹത്തിന് ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും നമ്മുടെ മുതിർന്ന എല്ലാ കാര്യകർത്താക്കൾക്കും ഈ എന്റെ പേരിലും പാർട്ടിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്ന കേൾക്കുന്നു. എല്ലാവരും